എല്ലാവർക്കും നമസ്കാരം. നരേന്ദ്രപ്രസാദ് എന്ന നടനെ ഓർക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ പെട്ടെന്ന് തെളിഞ്ഞു വരുന്നത് അല്ലെങ്കിൽ മുഴങ്ങിക്കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ കനഗംഭീരമായ മനോഹരമായ ആ ശബ്ദമാണ്. അദ്ദേഹം അഭിനയിക്കുമ്പോൾ, അദ്ദേഹം ഡയലോഗ് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ വേരിയേഷൻസ് ഒക്കെ എന്ത് രസമാണ് കാണാനും കേൾക്കാനും. പ്രസാദ് സാറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് മാവേലിക്കരയിൽ ഒരു ഫംഗ്ഷന് വെച്ചാണ്. കൊച്ചിൻ രസികയുടെ പ്രോഗ്രാം അവിടെ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് അദ്ദേഹത്തിനെ ഗസ്റ്റായിട്ട് വന്ന അദ്ദേഹത്തിനെ ജസ്റ്റ് ഞാനൊന്ന് കണ്ടു. പക്ഷെ നേരിട്ട് കാണുന്നതും അടുത്തിടപഴകുന്നതുമൊക്കെ കലാഭവൻ അൻസാർ സംവിധാനം ചെയ്ത മന്ത്രിമാളികയിൽ മനസ്സമ്മതം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ്. കലാഭവൻ അൻസാറിന് ഒരുപാട് നന്ദിയുണ്ട്. പ്രസാദ് സാറുമായിട്ട് അടുത്തിടപഴകാനും ഒക്കെ കഴിഞ്ഞത് ആ ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോഴാണ്. നരേന്ദ്രപ്രസാദ് അതിൽ മന്ത്രിയായിട്ട് അഭിനയിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ PA ആയിട്ടാണ് അഭിനയിച്ചത്. അപ്പോൾ കുറേ ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ അടുത്തിടപെടാനൊക്കെ കഴിഞ്ഞ ഒരു അസുലഭ നിമിഷങ്ങളായിരുന്നു എന്ന് തന്നെ പറയാം. അദ്ദേഹം എന്നെ കൊണ്ട് മിമിക്രിയൊക്കെ പറയിപ്പിക്കും. മിമിക്രി പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ആറന്മുളപ്പൊന്നമ്മയുടെ ശബ്ദം അനുകരിച്ച് കേൾപ്പിക്കുമായിരുന്നു. അദ്ദേഹത്തിന് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കൊള്ളാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഞാൻ ആ ഡയലോഗ്, ആറന്മുളപ്പൊന്നമ്മയുടെ ആ ഡയലോഗ് ഈ അവസരത്തിൽ ഞാനൊന്ന് പറയുകയാണ്. അന്ന് നല്ല ഭംഗിയായിട്ട് പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പം അത്രയ്ക്ക് ശരിയാകുമെന്ന് അറിയില്ല, എങ്കിലും ഒന്ന് പറഞ്ഞു നോക്കാം. നാരായണ നാരായണ നാരായണ. മോനെ പ്രഭാകര, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എനിക്ക് നിന്നോട് പറയുവാനുണ്ട്. എത്രയും പെട്ടെന്ന് നീ ഒരു കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളുമൊക്കെ ആയി സന്തോഷമായിരിക്കുന്നത് കണ്ടിട്ട് വേണം എനിക്കൊന്ന് കണ്ണടയ്ക്കാൻ. കഞ്ഞി വിളമ്പി വെച്ചിട്ടുണ്ട്, എൻ്റെ മോനെടുത്ത് പോയി കഴിക്കും. ഇത്രയും ഡയലോഗാണ്. ഒരു ചർച്ചിൻ്റെ പരിസരത്ത് ഷൂട്ടിംഗ് നടക്കുമ്പോൾ അദ്ദേഹം കുറച്ച് ഡിസ്റ്റർബായ സമയത്ത് എന്നെ വിളിച്ചിട്ട്, സിറാജേ, ആ ആറന്മുളപ്പൊന്നമ്മയുടെ ശബ്ദം ഒന്ന് പറയൂ. അങ്ങനെ ഞാൻ അവതരിപ്പിച്ചു. അപ്പോൾ തന്നെ ഈ കഞ്ഞി വിളമ്പി വെച്ച കാര്യം കട്ട് ചെയ്തിട്ട് ബാക്കിയാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം അപ്പോഴും പ്രസാദ് സാർ പറഞ്ഞത്, കഞ്ഞി വിളമ്പിയത് പറഞ്ഞില്ല. അത്രയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആറന്മുളപ്പൊന്നമ്മയുടെ ശബ്ദം അനുകരിച്ചത് ഇഷ്ടമായിരുന്നു. പ്രസാദ് സാറിൻ്റെ കൊച്ചിൻ രസികയിൽ ഞാൻ ഉണ്ടായിരുന്ന മുഖ്യ കലാകാരനായിട്ട് ഞാൻ കൊച്ചിൻ രസികയിൽ ഉണ്ടായിരുന്നപ്പോൾ ആണ് നരേന്ദ്രപ്രസാദിൻ്റെ ശബ്ദം ആദ്യമായിട്ട് ഞാൻ മിമിക്രി വേദിയിൽ അനുകരിച്ച് അവതരിപ്പിക്കുന്നത്. അത് ഞാൻ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് ശേഷം കോട്ടയം നസീറൊക്കെ പറഞ്ഞു തുടങ്ങി. ആ ഡയലോഗ് ഇതാണ്, അന്ന് ഞാൻ സ്റ്റേജിൽ പറഞ്ഞ ഡയലോഗ്. നല്ലൊരു ഓർമ്മയില്ല, എങ്കിലും ഓർത്തെടുത്ത് ഞാൻ പറയാം. രാഘവൻ അല്ലേ, ഞാൻ വാമദേവൻ മുതലാളി എന്ന് നാട്ടുകാർ വിളിക്കും. ഇത്തിരി ഷാപ്പും കുറച്ച് റബ്ബറും കോഴിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നു. രാഘവൻ്റെ നാട് കുട്ടനാടാണല്ലേ. കുട്ടനാട് കൊള്ളാം, വെള്ളവും പച്ചയും വെള്ളവും. പക്ഷേ ഈ നാടങ്ങനെയല്ല, വെട്ടുകല്ലും പാറയും ചുവന്ന മണ്ണും. മടങ്ങിപ്പോകുന്നതാ രാഘവ, നിനക്ക് നല്ലത്.